ഇപ്പോൾ റിയാസ് KM കോഴിക്കോട് നിന്ന് തയ്യാറാണ്. റിയാസ്, കേരളം ഉറ്റുനോക്കുന്ന, രാജ്യം ഉറ്റുനോക്കുന്ന വയനാട്, ഒപ്പം തന്നെ വടകര, അങ്ങനെ വളരെ ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ വടക്കൻ കേരളത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇന്നലെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് അറിയാം. ഇപ്പോൾ എന്താണ് അവിടുത്തെ ഒരു പൊതുവായിട്ടുള്ളൊരു അന്തരീക്ഷം? ഇപ്പോൾ ഉള്ളത് വടകരയും കോഴിക്കോടും ഉൾപ്പെടുന്ന അതിൻ്റെ കൗണ്ടിംഗ് സ്റ്റേഷനുകൾ, വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന കോഴിക്കോട് JDT-യിലാണ്. JDT-യിൽ ഈ കൗണ്ടിംഗ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരുമെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കൃത്യമായ രീതിയിൽ പരിശോധിച്ചുകൊണ്ട് അവരെ അകത്തേക്ക് കടത്തിവിടുകയാണ്. കർശനമായൊരു പരിശോധന തന്നെയാണ്. കൃത്യമായി അവരുടെ തിരിച്ചറിയൽ കാർഡും ഒപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡും എല്ലാം കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമാണ് കടത്തിവിടുന്നത്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ വടകര ഏറെ ശ്രദ്ധാകേന്ദ്രമായ ഒരു മണ്ഡലമാണ്. വടകരയെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ ഉയർന്നു വന്നു. UDF സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ ആണ് വന്നത്. LDF സ്ഥാനാർത്ഥിയായി KK ശൈലജ ടീച്ചറാണ് വന്നത്. 2 സിറ്റിംഗ് MLA-മാർ വടകരയിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. വടകരയിൽ ആര് വിജയിച്ചാലും, ഇവർ 2 പേരിൽ ആര് വിജയിച്ചാലും നിയമസഭയിലേക്കൊരു ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പാണ് എന്നുള്ളതാണ്. ആര് വിജയിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു ഉദ്വേഗഭരിതമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന കേരളത്തിലെ ഒരു മണ്ഡലമായി വടകര മാറുമെന്നുള്ളതാണ്. മറ്റൊന്ന് കോഴിക്കോടാണ്. കോഴിക്കോട് ഈ പറഞ്ഞതുപോലെ കരുത്തരായ 2 സ്ഥാനാർത്ഥികൾ, ഒന്ന് സിറ്റിംഗ് MP MK രാഘവൻ, മറ്റൊന്ന് രാജ്യസഭാ MP ആയിട്ടുള്ള എളമരം കരീം. അങ്ങനെ 2 MP-മാരെയാണ് ഇരു മുന്നണികളും മത്സരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കരുത്തരുടെ പോരാട്ടമായിരുന്നു കോഴിക്കോട് നടന്നിരുന്നത്. അതിൻ്റെയൊക്കെ പല വിവരങ്ങളാണ് ഇവിടുന്ന് ലഭിക്കുക. ഒപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ വയനാട് മണ്ഡലം ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മണ്ഡലം, അത് മലബാറിൻ്റെ മേഖലയിലാണ്. വയനാടിനെ സംബന്ധിച്ച് മറിച്ചൊരു റിസൾട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് ഏറെ ശ്രദ്ധേയമായ മണ്ഡലം. അവിടെ എത്രയായിരിക്കും രാഹുലിൻ്റെ ഭൂരിപക്ഷം എന്നുള്ളതാണ് പ്രധാനമായും ഏവരും കാണുന്നത്. കഴിഞ്ഞ തവണത്തേതുപോലെ 4,30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകുമോ? അതല്ല, അത് കുറക്കാൻ ആനി രാജയുടെ സാന്നിധ്യം കൊണ്ട്, K സുരേന്ദ്രൻ്റെ സാന്നിധ്യം കൊണ്ട് സാധിക്കുമോ എന്നുള്ളതാണ് എതിരാളികൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷവും ഒപ്പം തന്നെ NDA-യും എല്ലാം നോക്കുന്നത്. അവർ അവകാശപ്പെടുന്നത് ആനി രാജയുടെ സാന്നിധ്യം കൊണ്ട് ഇത്തവണ രാഹുലിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷം അവകാശപ്പെടുന്നത്. K സുരേന്ദ്രൻ പറയുന്നത് BJP-യുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ തൻ്റെ ആ ഒരു സാന്നിധ്യത്തിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. അതൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു സാഹചര്യമാണ്. വളരെ ആവേശകരമായ ഒരു കാത്തിരിപ്പിലാണ് കേരളമുള്ളത്. ഇനി മണിക്കൂറുകളില്ല, ഇനിയിപ്പോൾ നിമിഷങ്ങൾ മാത്രമാണ്. നിമിഷങ്ങളിൽ ഇനി കഴിയുകയാണ് കേരളം എന്നുള്ളതാണ്. എന്തായാലും ശക്തമായ പോരാട്ടം നടന്ന മണ്ഡലങ്ങൾ ആണ് എന്ന് പറയേണ്ടി വരും. ഒപ്പം തന്നെ മലപ്പുറത്തും പൊന്നാനിയിലും, മലപ്പുറം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയാണ്. പൊന്നാനി എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്തവണ മുസ്ലിം ലീഗിന് ഭൂരിപക്ഷം വലിയ തോതിൽ കുറയും എന്ന വിവരങ്ങൾ വന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അത് എത്രമാത്രം സാധ്യമാകും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി നോക്കണം. ഇപ്പോൾ കോഴിക്കോട് വടകരയിലുള്ള കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം എണ്ണുന്നത് തപാൽ വോട്ടുകൾ തന്നെയാണ്. കാരണം രാവിലെ 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും. അതിനു മുന്നേ ഉള്ള ക്രമീകരണങ്ങളാണ് നടക്കുന്നത്. കോഴിക്കോട് മണ്ഡലത്തിൽ തപാൽ വോട്ടുകൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ 13,270 വടകരയിൽ 14,405. 2 മണ്ഡലങ്ങളിലുമായി 27,000-ലേറെ തപാൽ വോട്ടുകളാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇതിൽ സർവീസ് വോട്ടുകളുടെ പൂർണ്ണമായ കണക്കുകൾ അന്തിമമായി ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. കോഴിക്കോട് ഇത്തവണ ഈ ഹോം വോട്ടിംഗ് സംവിധാനം, അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഹോം വോട്ടിങ്ങിൽ കോഴിക്കോട് 7,710 ഹോം വോട്ടിംഗ് ആണ് നടന്നത്. വടകരയിലെ ഹോം വോട്ടിംഗ് എന്ന് പറയുന്നത് 8,429. നമുക്കിവിടെ ഈ കൗണ്ടിംഗ് കേന്ദ്രത്തിൽ കാണാം വലിയ തിരക്ക്. അതായത് ഈ പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും. ഇപ്പോൾ ഈ പ്രധാനമായും പോളിംഗ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. അതായത് ഒരു നിയോജക മണ്ഡലത്തിൽ 14 ടേബിളുകൾ ക്രമീകരിച്ചുകൊണ്ട് അവിടേക്കുള്ള ഉദ്യോഗസ്ഥരെ അവർ അകത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ അവരുടേതായ രേഖകൾ കാണിക്കുന്നു. ഉദ്യോഗസ്ഥർ അവർക്ക് കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. അതിനുശേഷം അവരുടെ മൊബൈൽ ഫോണുകളടക്കം ഇവിടെ വാങ്ങിവെച്ചുകൊണ്ട് ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ മൊബൈൽ ഫോണുകൾ അകത്തേക്ക് കൊണ്ടുപോകുന്നതിൽ കർശനമായി തന്നെ നിയന്ത്രിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കോഴിക്കോടിനെയും വടകരയെയും സംബന്ധിച്ച് ഇത്തവണ ആഹ്ലാദ പ്രകടനങ്ങൾക്കും നിയന്ത്രണം ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇത്തവണ 7
7 മണിവരെ മാത്രമേ ആഹ്ലാദ പ്രകടനം അനുവദിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായ രീതിയിൽ നമുക്ക് കർശനമായി പരിശോധിച്ചുകൊണ്ട് മാത്രം QRT ഉദ്യോഗസ്ഥരുൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ആളുകളെ കടത്തിവിടുന്നത് എന്നുള്ളതാണ്. ആ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും ഇപ്പോൾ പ്രധാനമായും കൗണ്ടിംഗ് ഉദ്യോഗസ്ഥരാണ് ആദ്യഘട്ടത്തിൽ അകത്തേക്ക് കയറുന്നത്. 6:30 ശേഷമായിരിക്കും രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുക. ശരി റിയാസ്, നിതിനിലേക്ക് ഒന്ന് പോകാം. നിതിൻ, എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ആ ക്രമീകരണങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ പാർട്ടി ഏജന്റുമാരെയും ഒക്കെ കർശനമായ പരിശോധനകൾക്ക് ശേഷം അകത്തേക്ക് കയറ്റിവിടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.